വിഴിഞ്ഞത്താണ് നിർണായകം. ഇത്തവണ ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ഹൈലൈറ്റുള്ള സ്റ്റാർ മണ്ഡലം യഥാർത്ഥത്തിൽ വിഴിഞ്ഞമാണ്. കാര്യം വിഴിഞ്ഞത്ത് BJP ജയിക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലേക്ക് BJP എത്തും. അതല്ലെങ്കിൽ BJPക്ക് കേവല ഭൂരിപക്ഷത്തിനായി സ്വതന്ത്രൻ പാറ്റൂർ രാധാകൃഷ്ണനെ ആശ്രയിച്ചേ നിവൃത്തിയുള്ളൂ. റാഹീസ് റഷീദുണ്ട്. റാഹീസ്, ഗുഡ് മോർണിംഗ്. വിഴിഞ്ഞത്ത് എങ്ങനെയാണ് അവസ്ഥ രാവിലെ? എന്തെങ്കിലും അട്ടിമറിക്കുള്ള സാധ്യതയുണ്ടോ അവിടെ? നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് പോളിംഗ് എങ്ങനെയാണ്? മെല്ലെയാണോ അതോ നല്ല കനത്ത പോളിംഗ് ഉണ്ടോ രാവിലെ? ഡോക്ടർ അരുൺകുമാർ, കനത്ത പോളിംഗ് രാവിലെ എല്ലാ ബൂത്തുകളിലും നടക്കുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന ബൂത്തുകളിലടക്കം നീണ്ട ക്യൂ കാണാനും പറ്റും. ഇതിൽ വിഴിഞ്ഞത്ത് ജസ്റ്റിൻ ഫ്രാൻസിസ് എന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി വോട്ട് പരസ്യപ്രചാരണത്തിന്റെ തൊട്ട് മുമ്പുള്ള ദിവസം വാഹനാപകടത്തിൽ പരിക്കേൽക്കുകയും പിന്നീട് മരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വിഴിഞ്ഞം വാർഡിലേക്ക് വേണ്ടി വന്നത്. 3 മുന്നണികളും വാശിയേറിയ മത്സരം നടക്കുന്നു. ഇവിടെ നൌഷാദ് എന്ന് പറയുന്ന ഒരാളാണ് LDF സ്ഥാനാർത്ഥി. KH സുധീർ ഖാൻ UDFിന് വേണ്ടിയും സർവശക്തിപുരം ബിനു BJPക്ക് വേണ്ടിയും മത്സരിക്കുന്നു. ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ഒരു പ്രത്യേകത, BJPക്ക് 50 സീറ്റാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അത് 51 ആക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടും. ഇപ്പോൾ ഒരു സ്വതന്ത്രന്റെ പിന്തുണ BJPക്കുണ്ട്. എങ്കിൽ പോലും ഇവിടെ സർവശക്തിപുരം ബിനു വിജയിക്കുകയാണെങ്കിൽ 51 ഒരു പ്രശ്നവുമില്ലാതെ BJPക്ക് തന്നെ 51 പേരെ കിട്ടും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ട്. UDFിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ 20 സീറ്റ് അവകാശപ്പെട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോയതാണ്. ഇപ്പോൾ 19 അത് 20 ആകാൻ പറ്റും. LDFിനെ സംബന്ധിച്ച് കോർപ്പറേഷൻ ഭരണം പോയതിന്റെ ഒരു ബുദ്ധിമുട്ടിൽ അവർ നിൽക്കുകയാണ്. ആ സമയത്ത് കഴിഞ്ഞ തവണ സിറ്റിംഗ് സീറ്റാണ് ഇത്, LDFിന് സിറ്റിംഗ് സീറ്റാണ്. ആ സീറ്റ് നിലനിർത്താൻ പറ്റുക എന്നത് കോർപ്പറേഷൻ പോയതിനു ശേഷം നടക്കുന്ന ആദ്യ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് പ്രത്യേക സാഹചര്യത്തിൽ പോയതാണ്. പക്ഷേ അവരുടെ സിറ്റിംഗ് കോട്ടകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമായി LDF വിജയിച്ചാൽ ഇതിനെ കാണുകയും ചെയ്യാം. ആ അർത്ഥത്തിൽ വീറും വാശിയുമുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാരെയൊക്കെ വീടുകളിൽ നിന്ന് ഇറക്കി ഒരു സാധാരണ പൊതുതെരഞ്ഞെടുപ്പിനുണ്ടാകുന്ന ഒരു ആവേശം ഈ ഉപതെരഞ്ഞെടുപ്പിൽ കാണുന്നുണ്ട്. നിരവധി ആളുകൾ ആ ആവേശം, ഇത് അവിടെ പ്രചരണത്തിലുണ്ടായിരുന്ന ഒരു ആവേശം ഇവിടെ പോളിംഗ് ബൂത്തുകളിലേക്ക് വരുമ്പോഴും കാണുകയും ചെയ്യും. വിഴിഞ്ഞത്തെ ബൂത്ത് നമ്പർ 7 നമ്മൾ നിൽക്കുന്നത്. തെന്നൂർക്കോണം CV സ്മാരക ഗ്രന്ഥശാലയാണിത്.